പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഇറാൻ കയറി കൊളുത്തി. ഇനി മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ ഉണ്ടാകാൻ പോകുന്ന ഇസ്രായേൽ വേഴ്സസ് ഇറാൻ ഒരു ഫുൾ ബ്ലോ അതായത് ഫുൾ ഫ്ലെഡ്ജ് വാറായിരിക്കും. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്ലോബലായിട്ട് ഇന്ന് മീഡിയ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ ഭയാനകമായ രീതിയിലാണ്. അതേപോലെ ആയിരിക്കും ഇസ്രായേൽ തിരിച്ചടിക്കാൻ പോകുന്നത്. ഇന്നലെ ഇസ്രായേൽ ടൈം ഏകദേശം 7:30 വൈകുന്നേരം ഇറാൻ 180-നും 200-നിടയ്ക്കും മിസൈൽസ്, ബാലിസ്റ്റിക് മിസൈൽസ്, ക്രൂസ് മിസൈൽസ്, അവർ പറയുന്ന അവരുടെ സൂപ്പർസോണിക് മിസൈൽസ് ഒക്കെ അയച്ചു എന്നാണ് ഇസ്രായേലി ഭരണകൂടവും അതേപോലെ അമേരിക്കയും പറയുന്നത്. ഇതിൽ ഒരു പ്രത്യാഘാതവും പ്രശ്നവും ഉണ്ടായില്ല. അവിടെ ഒരാൾ പോലും കൊല്ലപ്പെട്ടില്ല. ഇത് ആകാശത്ത് വെച്ച് തന്നെ ഡിഫ്യൂസ് ചെയ്തു. ഇത് ഡിഫ്യൂസ് ചെയ്തതിൻ്റെ കത്തുന്ന ചില സംഭവങ്ങൾ അത് പ്രതലത്തിൽ വന്നു വീണു വന്നാൽ ഒരാൾ പോലും കൊല്ലപ്പെട്ടില്ല. അവരുടെ ഇസ്രായേലിൽ ഒരു ബേസിനും പ്രശ്നം ഉണ്ടായില്ല. ഇതാണ് അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിൽ അമേരിക്കൻ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ സുലിവൻ, അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയും ഡിഫൻസ് മിനിസ്റ്ററും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇറാൻ്റെ നീക്കങ്ങൾ പരാജയപ്പെടുത്തി എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ഇതിൻ്റെ പ്രത്യാഘാതം എങ്ങനെയായിരിക്കും? ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇറാന് കൊടുക്കുന്ന ഡിവാസ്റ്റേറ്റിംഗ് റിപ്ലൈ ആയിരിക്കും. അതായത് അതിഭയങ്കരമായ ഭയാനകമായ റിപ്ലൈ കൊടുക്കും. അത് വിത്തിൻ മണിക്കൂറിനുള്ളിൽ സംഭവിക്കാം, അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജിയും പ്ലാനും എല്ലാം മനസ്സിലാക്കിയ ശേഷം ലിമിറ്റഡ് ആയിരിക്കണം. അതായത് കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ അറ്റാക്ക് ചെയ്യണം, എയർ അറ്റാക്ക് ചെയ്യണം, അതിനെപ്പറ്റിയൊക്കെ വിശദമായ ഒരു സംഭവം ഉണ്ടാക്കി അത് അമേരിക്കയുമായിട്ട് സംസാരിക്കുകയും നാറ്റോ രാജ്യങ്ങളുമായിട്ട് സംസാരിച്ച ശേഷമായിരിക്കും ഇവർ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ചില പോയിന്റുകളാണ് പ്രധാനമായിട്ട്. ഇസ്രായേലിൻ്റെ മുൻ പ്രധാനമന്ത്രിയും അതായത് അവരുടെ എമർജൻസി വാർ അതിൻ്റെ മുൻ അംഗവുമായിരുന്ന ബെന്നി ഗാറ്റ്സ്, അദ്ദേഹം ഇസ്രായേലിൻ്റെ മുൻ ജനറൽ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഏറ്റവും പ്രത്യേകതയുള്ളത്. കഴിഞ്ഞ 15-20 വർഷമായിട്ട് ഇസ്രായേൽ കാത്തിരിക്കുന്നൊരു മുഹൂർത്തത്തിലോട്ടാണ് സംഭവങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്ത ശേഷം ചെയ്യുന്ന സമയം ഇസ്രായേൽ പല ആവർത്തി അമേരിക്കയോടും പല രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടു ഇറാനെ അറ്റാക്ക് ചെയ്യാൻ അനുവദിക്കണം. അതിന് അമേരിക്കയാണെങ്കിലും നാറ്റോ രാജ്യങ്ങളാണെങ്കിലും അതിന് അനുവാദം കൊടുത്തില്ല. പക്ഷേ ഇപ്പോൾ അമേരിക്ക അനുവാദം കൊടുത്തിരിക്കുന്നു ഇസ്രായേലിന് സെൽഫ് ഡിഫൻസിൻ്റെ ഭാഗമായിട്ട് ഇറാനെ തിരിച്ചടിക്കാം, നല്ലപോലെ തിരിച്ചടിക്കാമെന്ന് തന്നെയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയും ആന്റണി ബ്ലിങ്കനും പറഞ്ഞിരിക്കുന്നത്. അതായത് ഉണ്ടാകാൻ പോകുന്ന ഹൈടെക് വാറിൽ ഇസ്രായേലിൻ്റെ ടെക്നോളജി ഹൈ എൻഡ് വാറും ഇറാൻ്റെ പഴയ പാട്ടയെല്ലാം കൂടെ വെച്ചോണ്ട്, റഷ്യൻ പാട്ടയെല്ലാം വെച്ചോണ്ട് ഒരു വാറിൻ്റെ വാർഫെയർ നമ്മളിനി കാണാൻ പോവുകയാണ്. ഉറപ്പായിട്ടും ഇറാൻ്റെ ന്യൂക്ലിയർ സംഭവം ഇതിലടിക്കും. ഇറാൻ്റെ സൈനികപരമായിട്ടുള്ള സംഭവത്തെ ഇവർ ശരിക്കും അടിക്കും. കാരണം ഈ വാറുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹമാസിനെതിരെയുള്ള ഓപ്പറേഷനല്ല. കാരണം ഹമാസിനെതിരെ ആ ഗാസ സ്ട്രിപ്പിനകത്ത് ഏകദേശം 12 ലക്ഷത്തോളം സിവിലിയൻസാണ് താമസിച്ചുകൊണ്ട്. ഈ സിവിലിയൻ ലൊക്കാലിറ്റിയിലായി വെച്ചായിരുന്നു ഹമാസ് പല ഓപ്പറേഷൻസും ടണൽസ് ഓപ്പറേറ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ ഇസ്രായേലിലോട്ട് പോവുകയാണെങ്കിലും ഈ ലെബനിൽ അത്രയും ഇല്ലായിരുന്നു. അത്രമാത്രം ഹമാസിൻ്റെ പോലുള്ള ഓപ്പറേറ്റീവ് തന്ത്രങ്ങളായിരുന്നില്ല, കുറച്ചുകൂടെ ഓപ്പൺ ആയിരുന്നു. കാരണം ഹിസ്ബുള്ളയ്ക്ക് ഏകദേശം 65,000-ഓളം സൈനികർ, അതായത് പോരാളികൾ ഉണ്ടായിരുന്നു, അവർ തന്നെ പറയുന്നു. പക്ഷേ ഇറാനുമായിട്ടുണ്ടാകുന്ന ഫുൾ ഫ്ലെഡ്ജ് വാറിനകത്ത് നിങ്ങൾ കാണണം. അതായത് ഇറാൻ്റെ പല ഫാനുകൾക്കും കണ്ടാൽ മനസ്സിലാകും എത്ര കൃത്യതയും ഷാർപ്പോടും കൂടിയായിരിക്കും ഫൈറ്റർ ജെറ്റ്സ് ആണെങ്കിലും വെപ്പൺസ് ആണെങ്കിലും ഇറാൻ്റെ മുകളിൽ വീഴാൻ പോകുന്നത്. അത് വളരെ കൃത്യമായിട്ടങ്ങ് പറയാം. കാരണം ഇതിൻ്റെ ഓരോ വീഡിയോകളും അത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഹൈ എൻഡ് വാറ്, ഹൈ ടെക്നോളജി വാറ് നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത് ഇസ്രായേലിന് തന്നെ ആയിരിക്കും. കാരണം ഹൈലി പ്രൊഫഷണൽ ഫോഴ്സാണ്.
ഈ മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻറ്റ്സ് ആണ്. അവർ പല രീതിയിൽ ഇറാൻ്റെ വെടികൾ, അതായത് ഇറാനെ കത്തിച്ച് കളയും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 ദിവസം മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് ടെലിഫോണിക് കോൺവെർസേഷൻ നടത്തിയിരുന്നു. നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. ജെയിൻസ് ഡിഫൻസ് വീക്കിലിക്കകത്ത് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇസ്രായേൽ ഉപയോഗിക്കുന്ന 20% ഷെൽസ്, അതായത് ബോംബുകൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതാണ്. ഏകദേശം 10ഓളം ഗ്ലോബ് മാസ്റ്റർ എന്ന് പറഞ്ഞ അമേരിക്കൻ നിർമ്മിത ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിലാണ് ഇത് കൊണ്ടുപോകുന്നത് ഇസ്രായേലിലോട്ട്. പറയാൻ പോകുന്ന പോയിന്റ്, ഇറാനിൽ വീഴുന്ന ബോംബുകളും ഇന്ത്യയിൽ നിർമ്മിച്ച് അതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ പോകുന്നതേ ഉള്ളൂ. മറ്റൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, ഇറാനിയൻ ഫാൻസിനോടും ഹിസ്ബുള്ള ഫാൻസിനോടും ഹമാസ് ഫാൻസിനോടും ഈ ഒരു വാറോടുകൂടി ഇറാൻ്റെ റഷീം, അതായത് അവിടുത്തെ ഭരണകൂടം, അതേപോലെ തന്നെ ഷിയ ഭരണകൂടത്തിൻ്റെ വെടി തീർന്നു. കാരണം അവിടെ ഭരണകൂടത്തെ മാറ്റുക എന്നുള്ളതാണ് ഗ്ലോബലായിട്ട് നാറ്റോ രാജ്യങ്ങളുടെയും മറ്റുള്ള രാജ്യങ്ങളുടെയും ചില അറബ് രാജ്യങ്ങളുടെയും താല്പര്യം. അവിടുത്തെ ജനതയും ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഇത്രമാത്രം ഭയാനകമായൊരു ഭരണകൂടത്തെ കണ്ടിട്ടില്ല. അപ്പം അതിനും കൂടെ അറുതി വരാൻ പോവുകയാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു 30 ദിവസത്തിനുള്ളിൽ ഇതിനൊരു തീരുമാനമുണ്ട്. അതൊന്നുമല്ല, ഏകദേശം 10 ദിവസത്തിനുള്ളിൽ തന്നെ തീരുമാനം വളരെ കൃത്യമായിരിക്കും. ആദ്യത്തെ 3-4 മണിക്കൂർ കഴിയുമ്പോൾ വാർ തുടങ്ങി. ഇസ്രായേലിൻ്റെ റിറ്റാലിയേഷൻ അറ്റാക്ക് 3-4 മണിക്കൂർ കഴിയുമ്പോൾ പിക്ചർ വളരെ കൃത്യമായിരിക്കും. ഇറാനിയൻ എയർപോർട്ട്സ് ഇവരെ ടാർഗറ്റ് ചെയ്യും, ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്യും, ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ടാർഗറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇറാൻ്റെ പല ഭാഗത്തായിട്ട് കിടക്കുന്ന സൈനിക പല ക്യാമ്പുകളുണ്ട്. അതാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്, ഇറാൻ്റെ ഏത് ഭാഗത്തും പോകുവാൻ ഇസ്രായേൽ സജ്ജമാണ്. കാരണം അതിൻ്റെ ഡിസ്റ്റൻസ് വലുതായിട്ടൊന്നുമില്ല. ഇനി ഇസ്രായേലിൻ്റെ നേതാക്കൾ ഒന്നടങ്കം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പുറകിൽ നിൽക്കുകയാണ്. ഇതൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ഇതോടുകൂടെ ഇറാനെ തീർക്കണം. അതായത് ഷിയ ഭരണകൂടം ലോകത്ത് നിന്നും പൂർണ്ണമായിട്ടും മാറാൻ പോകുന്ന ഒരു വാറായിട്ട് മാറും ഇസ്രായേൽ ഇറാൻ വാർ.